ഇന്ന് മെയ് 26 വെളുപ്പാങ്കാലത്ത് UAE സമയം ഒരു 3:30 കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലതും പറയാൻ തുടങ്ങി. അമേരിക്കൻ സൈന്യം ഇറാൻ്റെ ദക്ഷിണ ഭാഗങ്ങളിൽ പലയിടത്തും ശക്തമായ ആക്രമണം നടത്തുകയാണെന്ന്. അത് ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് തന്നെ അടുത്ത് കിടക്കുന്ന ബന്ദർ അബ്ബാസ്, അതുപോലെ ചില ബോട്ടുകൾക്ക് മേൽ ഇറാൻ്റെ ഈ മിസൈൽ ആൻഡ് റോക്കറ്റ് ലോഞ്ചിങ് സൈറ്റുകളുണ്ട്. അങ്ങനെയുള്ള സൈറ്റുകളിലേക്ക് ഒക്കെ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഒരു UAE സമയം 6 മണിയോടുകൂടി പല മാധ്യമങ്ങളും അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അത് അമേരിക്ക ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഒരു സ്വയം പ്രതിരോധ സംവിധാനം എന്ന രൂപത്തിലാണ് ഈ വ്യോമാക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത്. ഏതായാലും ഇന്നലെ കിഷം ഐലൻഡ്, അതും ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിൻ്റെ ചുറ്റുവട്ടത്താണ്, കിഷം ഐലൻഡിൽ നിന്ന് ഈ ഒരു ഡിഫൻസ് സിസ്റ്റം ആക്റ്റീവായി എന്ന കാര്യം ഇന്നലെ ഞങ്ങൾ വാർത്തയിൽ നൈറ്റ് അപ്ഡേറ്റ്സിലും പറഞ്ഞിരുന്നു. അത് എന്തിനാണെന്ന് പിടികിട്ടുന്നില്ല, അതിൻ്റെ കാരണം വ്യക്തമല്ല, സെൽഫ് ഡിഫെൻസാണ് എന്ന് മാത്രം പറഞ്ഞിരുന്നു. പക്ഷേ ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കാൻ പറ്റുമോ എന്നറിയില്ല. ഏതായാലും ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ വളരെ സജീവമായിട്ട് നടക്കുന്നു. മാർക്കോ റൂബിയോ എന്ന അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ഈ ചർച്ചയെക്കുറിച്ച് ഒടുവിൽ പറഞ്ഞ കാര്യം ഏതാണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറിൻ്റെ ആ ഒരു അന്തിമ ഫേസിൽ എത്തി നിൽക്കുകയാണ്. ഈ ആണവ പരിപാടികൾ, അതിനെക്കുറിച്ചുള്ള ധാരണയായിട്ടുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഇറാൻ്റെ മരവിപ്പിച്ചിരിക്കുന്ന സ്വത്തിനെ കുറിച്ച് അതിൽ ധാരണയായിട്ടുണ്ട്. ഇത്തരം അടിസ്ഥാന വിഷയങ്ങളൊക്കെ ധാരണയായെന്ന് പറയുമ്പോഴും അതിൻ്റെ മെമ്മോറാണ്ടം എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിലെ ഒരു സാങ്കേതിക പദാവലിയുടെ കാര്യത്തിൽ മാത്രമാണ് ചില വിവാദങ്ങളും ഡിസ്പ്യൂട്ടും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് വെളുപ്പാങ്കാലത്ത് ഈ ആക്രമണ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ സെൽഫ് ഡിഫെൻസൊക്കെ എന്ന് പറയുന്ന കാര്യം അവിടെ അവസാനിച്ചുകൊണ്ട് തന്നെ വലിയ പ്രശ്നം അല്ലാതെ ഇത് അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനയും ആശംസയുമാണ് എല്ലാവർക്കും ഉള്ളത്. ഇങ്ങനെ ഒരു അന്ത്യഘട്ടത്തിലേക്ക് സാഹചര്യം നീങ്ങുമ്പോൾ, യുദ്ധം അവസാനിപ്പിക്കും ഇന്നും നാളെയും കൊണ്ട് എന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ പൊടുന്നിനെ ഇങ്ങനെ ആക്രമണ വാർത്ത വരുന്നത് നമുക്ക് ആർക്കും മനസ്സിലാവാൻ കഴിയാത്ത ഒരു രീതിയിലായി മാറിയിരിക്കുകയാണ്. ഓരോരുത്തർക്കും എന്താണ് തോന്നുന്നത് ഈ സമയത്ത്. ഏതായാലും അവധി ദിവസങ്ങളിലേക്ക് ഗൾഫ് മേഖല പ്രവേശിച്ചിരിക്കുന്നു. ഈദിൻ്റെ അവധിയാണ്. ഇന്ന് അറഫ ദിനമാണ്. വിശ്വാസികൾ പ്രാർത്ഥനകളിൽ മുഴുകുന്ന, ത്യാഗത്തിൻ്റെയും ബലിയുടെയും ഓർമ്മകളിലേക്ക് പോകുന്ന ദിനരാത്രങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ഈ വലിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള വേവലാതി ചെറുതൊന്നുമല്ല. ഏതായാലും സമാധാനം എത്രയും വേഗം പുലരട്ടെ എന്ന് മാത്രം ഈ പ്രഭാതത്തിൽ ആശംസിക്കുന്നു.